നമസ്കാരം. സതൻ മനുവിൻ്റെ പുതിയ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഞാൻ നീതു. ഇന്ന് സതൻ മനുവിൽ ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മലബാർ സ്റ്റൈലിലുള്ള ഒരു നാടൻ വറുത്തരച്ച കോഴിക്കറിയാണ്. ഇതെങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം. അപ്പോൾ നമ്മൾ ഈ കോഴിക്കറി ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ആദ്യം ഒരു പാൻ ചൂടാക്കുക. അതിലേക്ക് 2 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ വേണ്ടത് മഞ്ഞൾപ്പൊടിയാണ്. മഞ്ഞൾപ്പൊടി ഏകദേശം ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ മുളക് പൊടി നിങ്ങളുടെ എരിവിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ 1 ടീസ്പൂൺ മുളക് പൊടി എടുത്തിട്ടുണ്ട്. അത് നല്ല എരിവുള്ള മുളക് പൊടിയാണ് ഞാൻ എടുത്തിരിക്കുന്നത്. അപ്പോൾ നിങ്ങളതിനനുസരിച്ചിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. പിന്നെ വേണ്ടത് കുരുമുളക് പൊടിയാണ്. ഞാനിവിടെ 1 ടീസ്പൂൺ കുരുമുളക് പൊടി എടുത്തിട്ടുണ്ട്. അതും നല്ല എരിവുള്ള കുരുമുളക് പൊടിയാണ്. അപ്പോൾ എരിവിനനുസരിച്ചിട്ട് ഇത് രണ്ടും അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇതിനി ഒന്ന് ഡ്രൈ റോസ്റ്റ് ചെയ്യണം. നന്നായിട്ടൊന്ന് ചൂടാക്കിയെടുക്കണം. നമ്മളിത് 3 പ്രോസസ്സായിട്ടാണ് ചെയ്യുന്നത്. ആദ്യം നമ്മൾ മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ മസാല തയ്യാറാക്കുന്നത്. ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/2 കിലോ ചിക്കനാണ്. അത് നന്നായിട്ട് കഴുകിയിട്ട് വെള്ളമൊക്കെ കളഞ്ഞു വെച്ചിട്ടുണ്ട്. ഈ ചിക്കനിലേക്ക് നമ്മളിപ്പോൾ വറുത്ത് വെച്ചിരിക്കുന്ന പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഈ മസാല മാരിനേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ ഈ മസാലയുടെ കൂടെ തന്നെ നമുക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ ചിക്കനിൽ നന്നായിട്ട് ഉപ്പ് പിടിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെക്കുന്നത് ആദ്യം തന്നെ. ഇതിൻ്റെ കൂടെ തന്നെ നമുക്ക് ഏകദേശം 1 ടീസ്പൂൺ ചെറുനാരങ്ങ നീര് കൂടി ചേർത്ത് കൊടുക്കുക. അപ്പോൾ ഞാനിവിടെ ചെറിയൊരു ചെറുനാരങ്ങയുടെ പകുതിയുടെ നീരെടുത്തിട്ടുണ്ട്. ഇത്രയും ചേർത്തിട്ട് ഇത് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൽ ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ്റെ കഷ്ണങ്ങളെല്ലാം നന്നായിട്ടൊന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ അല്ലെങ്കിൽ മിനിമം 1 മണിക്കൂറെങ്കിലും ഇതുപോലെ ഒന്ന് മാരിനേറ്റ് ചെയ്ത് വയ്ക്കുക. കാരണം ആ ഉപ്പൊക്കെ നമ്മളുടെ ചിക്കൻ്റെ കഷ്ണങ്ങളിലേക്ക് നന്നായിട്ട് പിടിക്കാൻ വേണ്ടിയിട്ടാണ്. അതേപോലെ തന്നെ മസാലയും. ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ചേർത്തിട്ട് നന്നായിട്ട് മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇത് ഏകദേശം ഒരു 2 മണിക്കൂർ മാറ്റി വയ്ക്കുക. ആ സമയത്ത് നമുക്ക് ബാക്കിയുള്ള തേങ്ങയൊക്കെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ നമ്മൾ തേങ്ങ വറുത്തെടുക്കാൻ വേണ്ടിയിട്ട് ഒരു പാനിൽ ഏകദേശം 1 ടേബിൾ സ്പൂൺ എണ്ണ ഒന്ന് ചൂടാക്കുക. അതിലേക്ക് ഏകദേശം ഒരു 7 മുതൽ 8 ചെറിയ ഉള്ളി വരെ ചെറുതാക്കി കഷ്ണങ്ങളായിട്ട് അരിഞ്ഞിട്ട് ഒന്ന് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ കുറച്ച് കറിവേപ്പില. ഇത് രണ്ടും നന്നായിട്ട് എണ്ണയിൽ കിടന്നൊന്ന് മൊരിഞ്ഞു വരണം. നമ്മളുടെ ചെറിയുള്ളിയൊക്കെ നന്നായിട്ട് മൊരിഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ ചിരകി വെച്ചിരിക്കുന്ന തേങ്ങ ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഏകദേശം ഒരു 1/4 കപ്പ് തേങ്ങ ചിരകിയത് എടുത്തിട്ടുണ്ട്. അതായത് ഏകദേശം ഒരു മീഡിയം സൈസുള്ള തേങ്ങയുടെ 1/2 മുറി തേങ്ങ ചിരകി വെച്ചിട്ടുണ്ട്. ഇത് നന്നായിട്ട് ഗോൾഡൻ ബ്രൗൺ കളർ ആകുന്നത് വരെ ഒന്ന് വറുത്തെടുക്കാം. അപ്പോൾ അതാ നമ്മളുടെ തേങ്ങയൊക്കെ നന്നായിട്ട് ഗോൾഡൻ കളറായിട്ടുണ്ട്. അപ്പോൾ ഈ തേങ്ങ വറുത്തെടുക്കുമ്പോൾ ശ്രദ്ധിക്കുക, നമ്മൾ ഇളക്കിക്കൊണ്ടിരിക്കണം. കാരണം പെട്ടെന്ന് തേങ്ങ കരിഞ്ഞു പോകാനുള്ള ചാൻസ് ഉണ്ട്. അതുകൊണ്ട് ഇളക്കി കൊടുക്കുക. ഇനി ഈ തേങ്ങ നമ്മളൊരു സൈഡിലേക്ക് മാറ്റി വയ്ക്കാം. അപ്പോൾ ചൂടാറാൻ വയ്ക്കാം. ചൂടാറിയിട്ട് അരച്ചെടുക്കാം. അപ്പോൾ നമ്മൾ അടുത്തത് ഉള്ളിയൊക്കെ ഒന്ന് വഴറ്റണം. അതിന് വേണ്ടിയിട്ട് അതേ പാനിലേക്ക് തന്നെ നമ്മൾ കുറച്ച് എണ്ണ ഒഴിച്ചു കൊടുക്കുക. ഏകദേശം ഒരു 2 ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ചു കൊടുക്കാം. അതിലേക്ക് ഒരു 1/4 ടീസ്പൂൺ പെരുംജീരകം കൂടി ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഈ പെരുംജീരകം ചേർത്ത് നന്നായിട്ട് ചൂടായി വരുന്ന സമയത്ത് ഇതിലേക്ക് നമ്മൾ ഏകദേശം ഒരു 2 കതിർ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ നാടൻ കോഴിക്കറിയില്ലേ, അപ്പോൾ കുറച്ചധികം തന്നെ കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അപ്പോൾ മാത്രമേ ആ കോഴിക്കറിയുടെ നല്ല മണമൊക്കെ ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇതിലേക്ക് നമ്മൾ സ്ലൈസ് ചെയ്ത് വെച്ചിരിക്കുന്ന സവോള ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 2 മീഡിയം സൈസുള്ള സവോള സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ വലിപ്പമുള്ള സവോളയാണ് എടുക്കുന്നതെങ്കിൽ ഒരു സവോള മതിയാവും. കാരണം ഒരുപാട് സവോള ചേർക്കരുത്. ഒരു ചെറിയൊരു സ്വീറ്റ് ടേസ്റ്റ് വരും. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് കൂടെ ചേർത്തിട്ട് നല്ല ബ്രൗൺ കളറാകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സവോള നന്നായിട്ട് വഴണ്ട് വന്നിട്ടുണ്ട്. ചെറിയൊരു ബ്രൗൺ കളറായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ പച്ചമുളക് ആഡ് ചെയ്ത് കൊടുക്കണം. അപ്പോൾ ഞാനിവിടെ 2 പച്ചമുളക് സ്ലൈസ് ചെയ്ത് വെച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ പച്ചമുളക് എടുക്കുമ്പോഴും എരിവിനനുസരിച്ചിട്ട് എടുക്കുക. കാരണം നമ്മൾ ഓൾറെഡി മുളക് പൊടിയും കുരുമുളക് പൊടിയൊക്കെ ആഡ് ചെയ്തിട്ടുണ്ട്.
ഇനി ഇതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ പേസ്റ്റ് ആക്കിയിട്ടില്ല, ക്രഷ് ചെയ്തിട്ടാണ് ചേർത്ത് കൊടുക്കുന്നത്. ഏകദേശം 2 ടീസ്പൂൺ ഇഞ്ചി വെളുത്തുള്ളി ക്രഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് രണ്ടും ചേർത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റണം. അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറുന്നത് വരെ വഴറ്റണം. അപ്പം ഞാനിവിടെ ഇഞ്ചിയും വെളുത്തുള്ളിയും പച്ചമുളകൊക്കെ നന്നായി വഴറ്റിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന തക്കാളി ചേർത്ത് കൊടുക്കണം. അപ്പം ഞാനിവിടെ മീഡിയം സൈസിലുള്ള ഒരു തക്കാളി ചെറുതായിട്ട് അരിഞ്ഞ് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ തക്കാളി അധികം ആഡ് ചെയ്യരുത്, ഒരു മീഡിയം സൈസുള്ള ഒരു തക്കാളി മതിയാവും. അപ്പോൾ ഈ തക്കാളി കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് വേവിക്കുക. തക്കാളിയൊക്കെ നന്നായിട്ട് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ മാരിനേറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കാം. ചിക്കൻ ആഡ് ചെയ്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. നമ്മൾ ഓൾറെഡി ചിക്കനിൽ ഉപ്പ് ആഡ് ചെയ്തിട്ടുണ്ട്, അതേപോലെ തന്നെ സവോള വഴറ്റുമ്പോഴും ആഡ് ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് നമ്മൾ ഈ ചിക്കൻ ഒന്ന് തിളച്ച് വരുന്ന സമയത്ത് ഉപ്പൊന്ന് ചെക്ക് ചെയ്ത് നോക്കുക. ഇപ്പോൾ മതിയായില്ല എന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാനിവിടെ ഒരു 1/2 ഗ്ലാസ് വെള്ളം കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുകയാണ്. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അടച്ച് വെച്ച് ഏകദേശം ഒരു മീഡിയം ഫ്ലെയിമിൽ ഒന്ന് വേവിച്ചെടുക്കുക. ഏകദേശം ഒരു പകുതി വേവാവുന്നവരെ ഒന്ന് വേവിക്കുക. അപ്പോൾ ചിക്കൻ വേവുന്ന സമയത്ത് ചിക്കനകത്തുള്ള വെള്ളമൊക്കെ ഊറി വന്നോളും. അതിനനുസരിച്ച് നമുക്ക് പിന്നീട് വെള്ളം ചേർത്ത് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ നന്നായിട്ട് തിളച്ച് വരുന്നിട്ടുണ്ട്. അപ്പോൾ ഇത് ഏകദേശം ഒരു പകുതി വേവായിട്ടുണ്ട്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് നമ്മളുടെ അരപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. അതായത് നമ്മൾ തേങ്ങ വറുത്ത് വെച്ചില്ലേ, ആ തേങ്ങ അരച്ചത് നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. അപ്പോൾ തേങ്ങ നന്നായിട്ട് പേസ്റ്റ് പോലെ അരച്ചെടുക്കാൻ ശ്രദ്ധിക്കുക. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം കൂടെ ചേർത്തിട്ട് ഈ ചിക്കൻ എല്ലാം കൂടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കുക. ഇതിലേക്ക് നമുക്ക് ഈ ഒരു സമയത്ത് അതിൻ്റെ കൺസിസ്റ്റൻസി നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. അപ്പോൾ ഞാനിതിലേക്ക് ഏകദേശം 1 ടീസ്പൂൺ ഗരം മസാല കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇതെല്ലാം കൂടെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ നമ്മളുടെ തിക്നെസ്, ഗ്രേവിയുടെ തിക്നെസ് നമുക്ക് ഈ സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാം. നിങ്ങൾക്ക് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ എത്രയാണോ വേണ്ടത് അതിനേക്കാളും കുറച്ച് ഒരു 1/2 ഗ്ലാസ് അധികം വെള്ളം ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ നമ്മൾ തിളച്ച് വരുന്ന സമയത്ത് നമുക്ക് കറക്റ്റായിട്ടുള്ള കൺസിസ്റ്റൻസി കിട്ടുന്നതായിരിക്കും. ഈ സമയത്ത് ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കാം. ഉപ്പ് കറക്റ്റാണോ ഇല്ലയോ എന്ന് ചെക്ക് ചെയ്യുക. അപ്പോൾ ഞാനിവിടെ ആവശ്യത്തിന് വെള്ളം ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ട് ഒന്ന് വേവിക്കണം. ചെറിയ തീയിലിട്ട് വേണം വേവിക്കാൻ. അപ്പോൾ നമ്മളുടെ മലബാർ സ്റ്റൈലിലുള്ള വറുത്തരച്ച ചിക്കൻ കറി നന്നായിട്ട് തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടോ, മുകളിൽ എണ്ണയൊക്കെ തെളിഞ്ഞ് വന്നിട്ടുണ്ട്. ചിക്കനൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ചിക്കൻ കറി നമുക്ക് നെയ്ച്ചോറിൻ്റെ കൂടെയും പത്തിരിയുടെ കൂടെയും ചപ്പാത്തിയുടെ കൂടെയൊക്കെ കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷനാണ്. ഇത് എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ട്രൈ ചെയ്തിട്ട് അഭിപ്രായം പറയാൻ മറക്കരുത്. അത് നിങ്ങൾക്ക് താഴെയുള്ള കമൻറ്റ് സെക്ഷനിൽ രേഖപ്പെടുത്താവുന്നതാണ്. അതേപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ തന്നെ ചാനൽ സദേൺ മെനു സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം. ഹാപ്പി കുക്കിംഗ്.